ഹായ്, ദിസ് ഈസ് അരുൺ. വെൽക്കം ടു മൈ ചാനൽ മൂവി ഗ്ലോബ്. നമ്മളോരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും കണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നിയൊരു സിനിമയെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓരോ സിനിമയും ഓരോ കാലഘട്ടത്തിലെ സമൂഹത്തെയും മനുഷ്യരെയും അവരുടെ ജീവിതത്തെക്കുറിച്ചും ആശങ്കകളെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ദൃശ്യകലാരൂപം എന്നതിനേക്കാൾ ഉപരിയായി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്ന മാധ്യമം എന്ന രീതിയിൽ സിനിമ പലപ്പോഴും മാറാറുണ്ട്. ഈ ഒരു ഗണത്തിൽ കൂടി ഉൾപ്പെടുത്താവുന്ന ഒരു ബയോഗ്രഫിക്കൽ സ്പോർട്സ് ഡ്രാമ മൂവിയാണ് 2016 പുറത്തിറങ്ങിയ റേസ് എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രശസ്തനായ അമേരിക്കൻ അത്ലറ്റ് ജെസ്സി ഓവൻസിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ജോഷ് ഹാർട്ട്നെൽ, അന്ന വാട്ടർഹൗസ് എന്നിവർ എഴുതി സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന സംവിധാനം നിർവഹിച്ച സിനിമയായിരുന്നു 2016 റേസ് എന്ന് പറയുന്ന ഈ ചിത്രം. കനേഡിയൻ ആക്ടർ സ്റ്റീഫൻ ജെയിംസാണ് ജെസ്സി ഓവൻസായി ഈ സിനിമയിൽ വേഷമിടുന്നത്. മികച്ച നടനുള്ള കനേഡിയൻ സ്ക്രീൻ അവാർഡ് ഈ ചിത്രത്തിലെ അഭിനയത്തിന് സ്റ്റീഫൻ ജെയിംസിന് അന്ന് ലഭിക്കുകയുണ്ടായി. ജേസൺ സുഡോക്കിസ്, ജെറമി അയൺസ്, ഷാനിസ് ബാൻഡൻ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒഹായോ യൂണിവേഴ്സിറ്റിയിലേക്ക് യാത്ര പുറപ്പെടുന്ന ജെസ്സി ഓവൻസിനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് ട്രാക്ക് റെക്കോർഡ് സ്വന്തം പേരിലുണ്ടായിരുന്ന ജെസ്സി ഓവൻസിന് അമേരിക്കയിലെ പല കോളേജുകളിലേക്കും ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ ലാരി സ്നൈഡർ എന്ന് പറയുന്ന പരിശീലകൻ്റെ കീഴിൽ ഒഹായോ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം ആരംഭിക്കാനാണ് നമ്മുടെ ജെസ്സി ഓവൻസ് തീരുമാനിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള യാത്രയെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. വംശീയതയെല്ലാം വളരെയധികം നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരെ പരിശീലിപ്പിക്കുന്ന വളരെ ചുരുക്കം ചില പരിശീലകരെന്ന് നിലവിലുണ്ടായിരുന്നുള്ളൂ. അക്കൂട്ടത്തിലെ ഒരു പരിശീലകനായിരുന്നു നമ്മുടെ ഈ ലാരി സ്നൈഡറും ജെസ്സി ഓവൻസും തമ്മിൽ കണ്ടുമുട്ടുന്ന ആദ്യ രംഗത്തിൽ തന്നെ ലാരി സ്നൈഡർ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ജെസ്സി ഓവൻസിനോട് ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടി എന്ന രീതിയിൽ ജെസ്സി ഓവൻസ് പറയുന്നുണ്ട്, താൻ 6ാം വയസ്സിൽ തന്നെ 100 പൗണ്ട് കോട്ടൺ, ഏകദേശം 45 കിലോയോളം കോട്ടൺ പറിച്ചെടുത്തിരുന്നൊരു കുട്ടിയായിരുന്നു, അത്തരമൊരു ബാല്യം തനിക്കുണ്ടായിരുന്നു എന്ന് ജെസ്സി ഓവൻസോട് മറുപടി പറയുന്നുണ്ട്. ഈ ഒരു മറുപടിയിലൂടെ അമേരിക്കയിലെ കറുത്തവൻ കടന്നു വന്നിരുന്ന ദുരിതപൂർണമായ ജീവിതത്തെ കൂടിയാണ് സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന സംവിധായകൻ ഇവിടെ കാണിക്കുവാൻ ശ്രമിക്കുന്നത്. പിന്നീട് ലാരി സ്നൈഡറുടെ കീഴിൽ നമ്മുടെ ജെസ്സി ഓവൻസ് പരിശീലനം ആരംഭിക്കുകയും കോളേജ് ടീമിൻ്റെ അത്ലറ്റിക് ടീം ക്യാപ്റ്റനായിട്ട് നമ്മുടെ ജെസ്സി ഓവൻസ് മാറുകയും ചെയ്യുന്നുണ്ട്. പരിശീലനത്തിന് ശേഷം അതേ കോളേജിൽ തന്നെ ഇവർക്ക് കുളിക്കുന്നതിന് വേണ്ടിയുള്ള ബാത്ത് ഷവർ ഉപയോഗിക്കാൻ പോലും ആ കോളേജിലെ വെളുത്ത വർഗ്ഗക്കാരായ വിദ്യാർത്ഥികൾ ഇവരെ അനുവദിക്കുന്നില്ല. അമേരിക്കയിൽ ആ കാലത്തെല്ലാം ഇവർ യാത്ര ചെയ്യുമ്പോൾ ബസ്സുകളിലെ മുൻ സീറ്റുകളിൽ ഇവർക്ക് ഇരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ബസ്സിലെ ഏറ്റവും പുറകിലുള്ള സീറ്റിൽ മാത്രമേ അന്ന് കറുത്ത വർഗ്ഗക്കാരന് ഇരിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇത്തരം രംഗങ്ങളെല്ലാം തന്നെ നമുക്ക് സിനിമയിൽ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. പിന്നീട് അത്ലറ്റിക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മഹത്തായ പ്രകടനമെന്ന് ഇന്നും വിശേഷിപ്പിക്കപ്പെടുന്ന പ്രകടനത്തിനാണ് 1935 ആൻ ആർബർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ബിഗ് 10 ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരം വേദിയാവുന്നത്. വെറും 45 മിനിറ്റിനുള്ളിൽ 4 ലോക റെക്കോർഡുകളാണ് അന്ന് ജെസ്സി ഓവൻസ് നമ്മുടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ലോങ് ജമ്പ്, 220 യാർഡ് ഹർഡിൽസ്, 220 യാർഡ് റണ്ണിങ്, ഈ 3 ഐറ്റത്തിൽ അന്ന് ജെസ്സി ഓവൻസിന് ലോക റെക്കോർഡ് സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന് 100 യാർഡ് മത്സരത്തിൽ അതുവരെ അവിടെ നിലനിന്നിരുന്ന ലോക റെക്കോർഡിന് ഒപ്പം ഓടിയെത്താനും നമ്മുടെ ജെസ്സി ഓവൻസിന് അന്ന് സാധിച്ചു. 1936 ബെർലിനിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന് മുന്നോടിയായി ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു അന്ന് ഓവൻസിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ബിഗ് 10 ട്രാക്ക് ആൻഡ് ഫീൽഡിൽ അരങ്ങേറിയത്. ട്രാക്കിനകത്തും പുറത്തും മാത്രമായിരുന്നില്ല, ജീവിതത്തിൽ ഉടനീളം തന്നെ ഈ വംശീയതയ്ക്ക് ഇരയാവേണ്ടി വന്ന ഒരു കറുത്ത വർഗ്ഗക്കാരൻ പിന്നീട് ചരിത്രം സൃഷ്ടിക്കുന്ന നിമിഷങ്ങൾക്കാണ് ഹിറ്റ്ലറുടെ നാസി ജർമ്മനി സാക്ഷ്യം വഹിക്കുന്നത്. 36 ബെർലിൻ ഒളിമ്പിക്സിൽ കൂടെയുള്ള ആളുകളോട് മാത്രമായിരുന്നില്ല, നിറത്തിൻ്റെ പേരിൽ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്ന മുഴുവൻ ലോകത്തോടും കൂടിയായിരുന്നു അന്ന് ജെസ്സി പോരാടി വിജയിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതവും ശക്തവുമായ വംശമാണ് ആര്യവംശമെന്ന്, അതുപോലെ തന്നെ നാസി പ്രചരണത്തിന് കൂടി വേണ്ടിയാണ് 36 ഒളിമ്പിക്സിനെ മാറ്റിയെടുക്കാൻ അന്ന് ഹിറ്റ്ലർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. 100 മീറ്റർ,
200 മീറ്റർ, ലോങ് ജമ്പ്, 4x100 മീറ്റർ റിലേ എന്നിവയിൽ അന്ന് നമ്മുടെ ജെസ്സി ഓവൻസ് സ്വർണം നേടിക്കൊണ്ട് ഹിറ്റ്ലറുടെ ഈ ശ്രമങ്ങളെയെല്ലാം തന്നെ അവിടെ പരാജയപ്പെടുത്തുന്നുണ്ട്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ലോങ് ജമ്പ് മത്സരത്തിലെ ആദ്യ 2 ശ്രമങ്ങളും ഫൗളിൽ കലാശിക്കുന്നുണ്ട് ജെസ്സി ഓവൻസിൻ്റെ. അന്ന് മൂന്നാമത്തെ ശ്രമത്തിന് ജെസ്സിയെ സഹായിക്കുന്നത് ജർമ്മൻകാരനായ ലെസ് ലോങ് എന്ന് പറയുന്ന ഒരു അത്ലറ്റാണ്. ലോങ് ജമ്പ് മത്സരത്തിൽ വെള്ളി മെഡൽ ജേതാവ് കൂടിയായിരുന്നു നമ്മുടെ ഈ ലെസ് ലോങ്. പിന്നീട് ഈ മത്സരത്തിന് ശേഷം ഇരുവരും ചേർന്ന് ബെർലിനിലെ ലക്ഷക്കണക്കിന് വരുന്ന കാണികളെ അന്ന് അവിടെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഈ ലോകത്ത് നടക്കുന്ന കായിക മത്സരങ്ങളും കായിക മേളകളും എല്ലാം തന്നെ വംശീയതയില്ലാത്ത പുതിയൊരു ലോകത്തിന് വേണ്ടിയാകണമെന്നുള്ളൊരു സന്ദേശം അവിടെ സംവിധായകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമുക്കെല്ലാം ഇപ്പോഴും പറയാം, യൂറോപ്പിൽ നടക്കുന്ന പല മത്സരങ്ങൾക്കും സേ നോ ടു റാസിസം, നോ റൂം ഫോർ റാസിസം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ബാനറുകളും മുദ്രാവാക്യങ്ങളുമെല്ലാം നാം ഇപ്പോഴും കാണുന്നുണ്ട്. ഇതിൻ്റെയെല്ലാം ഒരു മുന്നോടി എന്ന രീതിയിൽ അന്ന് 1936 ബെർലിനിൽ ലെസ് ലോങ്ങും ജെസ്സി ഓവൻസും കൂടി അന്ന് കാണികൾക്ക് മുന്നിലൂടെ കൈകൾ കോർത്ത് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അന്ന് ഒരു പുതിയ സന്ദേശത്തിന് അവിടെ തുടക്കം കുറിക്കുന്നുണ്ട്. ജീവിതത്തിലുടനീളം ഇവർ അടുത്ത കൂട്ടുകാരായിരുന്നുവെന്നും മരണം വരെ ഇവരുടെ സൗഹൃദം നിലനിന്നിരുന്നുവെന്നും എല്ലാം പറയപ്പെടുന്നുണ്ട്. ഈ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവായിരുന്നു ജെസ്സി ഓവൻസിനെ. 4 സ്വർണ്ണ മെഡൽ നേടിയ ജെസ്സി ഓവൻസിനെ ഒന്ന് നേരിൽ കാണുന്നതിനോ ജെസ്സി ഓവൻസിനെ ഹസ്തദാനം ചെയ്യാനോ അന്ന് ഹിറ്റ്ലർ തയ്യാറായില്ല. ഇതെല്ലാം വലിയ രീതിയിലുള്ള വാർത്തകൾക്ക് അന്ന് കാരണമായിരുന്നു. ജെസ്സി ഓവൻസിനെ ഹിറ്റ്ലർ അപമാനിച്ചു എന്ന രീതിയിൽ തന്നെ ഒരുപാട് വാർത്തകളന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ തന്നെ അപമാനിക്കപ്പെട്ടത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് മൂലമാണെന്ന് പിന്നീട് ജെസ്സി വെളിപ്പെടുത്തലുണ്ടായി. ഇതിന് കാരണമായി പറയുന്ന കാര്യം, 1936 ഒളിമ്പിക്സിന് ശേഷം സ്വന്തം നാടായ അമേരിക്കയിലേക്ക് മടങ്ങിയെത്തിയ അമേരിക്കൻ അത്ലറ്റുകളിൽ വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം അന്ന് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ സ്വീകരണം കൊടുത്തിരുന്നു. കറുത്ത വർഗ്ഗക്കാരെ മുഴുവനായും പാടെ അവഗണിച്ചുകൊണ്ട് വെളുത്ത വർഗ്ഗക്കാരായ അത്ലറ്റുകളെ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് മാത്രം സ്വീകരണം കൊടുക്കുന്നതിലൂടെ അവിടെ നിലനിന്നിരുന്ന വംശീയതയ്ക്ക് അവിടുത്തെ പ്രസിഡന്റ് കൂടി കൂട്ടുനിൽക്കുന്നതായി അന്ന് ജെസ്സി ഓവൻസ് പറയുന്നുണ്ട്. പിന്നീട് ഈ ഓവൻസിനെ ആദരിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലെ തന്നെ അതിപ്രശസ്തമായ ന്യൂയോർക്ക് വാൾഡോർഫ് അസ്റ്റോറിയ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. ഓവൻസിന് വേണ്ടിയുള്ള പാർട്ടി ആയിരുന്നിട്ട് പോലും, തനിക്ക് വേണ്ടിയുള്ള പാർട്ടി ആയിരുന്നിട്ട് പോലും ആ പാർട്ടിയിലേക്ക് പങ്കെടുക്കാൻ ചെല്ലുന്ന ഓവൻസിനെ ഹോട്ടലിൻ്റെ മുൻവാതിൽ വഴിയല്ലാതെ പിൻവാതിൽ വഴി, അടുക്കള വഴിയാണ് സിനിമയ്ക്ക് കടത്തിവിടുന്നത്. ഇതെല്ലാം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമയുടെ അവസാന രംഗം ഏകദേശം ഈ ഹോട്ടലിലേക്ക് കടന്നു പോകുന്ന ഓവൻസിൻ്റെ ചിത്രം കാണിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ അത്യന്തം സംഭവബഹുലവും അതുപോലെ തന്നെ അമേരിക്കയിലും ലോകത്തുമെല്ലാം കൊടികുത്തി വണിരുന്ന വംശീയതയുമെല്ലാം തുറന്നു കാണിക്കുന്ന ചിത്രം എന്ന രീതിയിൽ ചരിത്രം കൂടി നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സിനിമ എന്ന രീതിയിൽ നാം ഓരോരുത്തരും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.